കേരയിൽ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് 6 മാസം. തഹസീൽദാർ അടക്കമുള്ള റവന്യൂ ജീവനക്കാർക്കാണ് 6 മാസമായി ശമ്പളം മുടങ്ങിയത്. കേരയിൽ സർവേക്കും സ്ഥലം എടുപ്പിനു വേണ്ടി 12 ഓഫീസുകളിലായി 205 ജീവനക്കാരാണുള്ളത്. കേരളിന് കേന്ദ്രം അനുമതി നിഷേധിച്ചിട്ടും ഓഫീസ് പ്രവർത്തനവുമായി സംസ്ഥാനം മുന്നോട്ട് പോയിരുന്നു. വിവരങ്ങളുമായി എം മനോജ് ചെയ്യുന്നുണ്ട്. മനോജ്, ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കേരയിൽ ജീവനക്കാർക്ക് 6 മാസമായി ശമ്പളമില്ല എന്ന് തന്നെയാണ് ഈ ലഭിക്കുന്ന വിവരം. ഈ പദ്ധതിയിൽ നിന്ന് മറ്റ് സ്പെഷ്യൽ ഓഫീസുകളുമായി പുനർവിന്യാസിക്കപ്പെട്ട ഈ സ്പെഷ്യൽ തഹസീൽദാർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ് ഈ ശമ്പളമില്ലാത്തത്. ഇതിൽ തന്നെ കേരയിൽ സർവേക്കും സ്ഥലമെടുപ്പിനും വേണ്ടി 12 ഓഫീസുകളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി 12 സ്പെഷ്യൽ തഹസീൽദാരടക്കം 205 ജീവനക്കാരെ നിയമിച്ചിരുന്നു. എന്നാൽ ഈ കേരളിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ ഈ നടപടികൾ നിർത്തിയിരുന്നു. ഉദ്യോഗസ്ഥരെ പുതിയ ഓഫീസുകൾ സൃഷ്ടിച്ചുകൊണ്ട് തുടർച്ചാനുമതി ആവശ്യമായ മറ്റ് ഓഫീസുകളിലേക്കും 1 വർഷത്തേക്ക് പുനർവിന്യസിക്കുകയായിരുന്നു. 1 വർഷത്തെ കാലാവധി 2023 ഓഗസ്റ്റിൽ തീർന്നതിന് ശേഷം അനുമതി പുതുക്കി നൽകിയിട്ടില്ല. ഈ പുനർവിന്യസിക്കപ്പെട്ട സ്പെഷ്യൽ തഹസീൽദാർമാരായി പ്രവർത്തിച്ചു വരുന്ന ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മുതലാണ് ശമ്പളം ലഭിക്കാത്തത്. ജീവനക്കാർക്ക് 3 മാസം കൂടി അതിനുശേഷം ശമ്പളം ലഭിച്ചിരുന്നു. എന്നാൽ വീണ്ടും 6 മാസമായി ഇപ്പോൾ ശമ്പളം ലഭിക്കാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. സംഭവത്തിൽ റവന്യൂ മന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണ് ഇതിൽ കൂടുതൽ ഓഫീസുകളും പ്രവർത്തിക്കുന്നത്. തൃശൂർ കളക്ടറേറ്റിനുള്ളിൽ തന്നെ ഈ കേരളിന്റെ ഓഫീസ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിനായി മറ്റ് 6 വണ്ടികളും ഇതിനായി ഓടിയിരുന്നു. കൂടുതലും ഈ തൃശൂർ ജില്ലയിലാണ് ഈ സർവേ നടക്കുന്നത്. അതായത് 1970 മുൻപ് വനഭൂമി കൈവശമുള്ളവരുടെ ഭൂമി സർവേ നടത്തിക്കൊണ്ട് അത് കേന്ദ്രാനുമതിക്ക് വിടുവാൻ വേണ്ടിയാണ് ഈ ഒരു സർവേ നടക്കുന്നത്. ഈ ഓഫീസുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത്. തൃശ്ശൂരിൽ റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഈ പ്രധാനമായും ഈ സർവേ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7ഓളം വാഹനങ്ങളാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട്, അതായത് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നിലവിൽ കേരളയിലെ ഉദ്യോഗസ്ഥരടക്കം സാധാരണ ജീവനക്കാരടക്കം ശമ്പളമില്ലാത്ത ഒരു അവസ്ഥയാണ്. 6 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി, മനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.